വിഴിഞ്ഞത്ത് സഹോദരങ്ങൾ ചേർന്ന് ഒരു യുവാവിനെ തല്ലിക്കൊന്നതിന്റെ നടുക്കം വിട്ടുമാറും മുൻപ് തലസ്ഥാനത്തിന്റെ നടുറോഡിൽ മറ്റൊരു കൊലപാതകം കൂടി നടന്നു. കാട്ടാക്കടയിലാണ് ഇന്നലെ രാത്രിയാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ബൈക്ക് വിൽപ്പനയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് വഴിമാറിയത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്വാന്തന സജു കൂടുതൽ വിവരങ്ങൾ നൽകും. സ്വാന്തന, ഇന്ന് രാവിലെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിക്കുകയായിരുന്നു, ഇന്ന് കേരളം കേട്ടുണർന്ന വാർത്ത തന്നെ ഈ കൊലപാതകമാണ്. ഇത്തരത്തിൽ നിരന്തരമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു വിഴിഞ്ഞത്തെ കൊലപാതകവും ഇപ്പോൾ ഒരു 24 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെയാണ് താക്കോൽ കൊണ്ട് കുത്തിക്കൊന്നത്. എന്തിനായിരുന്നു ഈ കൊലപാതകം? അതിന്റെ കാരണം എന്താണ്? പോലീസ് എന്താണ് പറയുന്നത്? സാന്ത്വന. അഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിഴിഞ്ഞം തിരുവനന്തപുരത്ത് തന്നെയാണ്. ഈ വിഴിഞ്ഞത്ത് രണ്ട് സഹോദരങ്ങൾ ചേർന്ന് ഒരാളെ വഴിയിൽ വെച്ച് തല്ലിക്കൊന്നതിന്റെ നടുക്കം അത് മാറുന്നതിന് മുൻപാണ് തിരുവനന്തപുരത്ത് തന്നെ കാട്ടാക്കടയിൽ മറ്റൊരു ജീവൻ കൂടി നടു റോഡിൽ പൊലിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ ആ വാർത്ത കേട്ടുകൊണ്ടാണ് കേരളം ഉണർന്നത്. തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഈ കാട്ടാക്കട തന്നെ എള്ളുവിള സ്വദേശിയായിട്ടുള്ള രാഹുൽ 24 വയസ്സുകാരനാണ്. രാഹുലാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്ന കാര്യം ഈ കൊല ചെയ്ത ആളുകളും അതുപോലെ തന്നെ ഈ രാഹുലുമായി ചില സാമ്പത്തിക തർക്കങ്ങളും അതുപോലെ തന്നെ ഒരു ബൈക്ക് വിറ്റതുമായൊക്കെ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തർക്കമുണ്ടാകുകയും കൊല ചെയ്യുകയും ചെയ്തത് എന്നുള്ള കാര്യമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇതിനു മുൻപുള്ള ദിവസങ്ങളിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ തന്നെയും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഇന്നലെയും സമാനമായ രീതിയിൽ തർക്കമുണ്ടാകുന്നു. രാത്രി ഒരു 10:45 കൂടി കാട്ടാക്കടയ്ക്കടുത്തുള്ള കിള്ളി എന്ന പ്രദേശത്ത് വെച്ച് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയാണ്. അത് ഈ രാഹുലും അതുപോലെ തന്നെ മറ്റു കുറച്ച് യുവാക്കളും ചേർന്നിട്ടാണ് വാക്കുതർക്കം ഉണ്ടാകുന്നത്. ആ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയും നമ്മൾ രാവിലെ റിപ്പോർട്ടർ പുറത്തുവിടുകയും ചെയ്തിരുന്നതാണ്. ഈ യുവാക്കൾ വന്ന് രാഹുലുമായി വാക്കുതർക്കം ഉണ്ടാകുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടും തള്ളുമൊക്കെ ഉണ്ടാകുകയാണ്. നാട്ടുകാർ പിരിഞ്ഞു പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും പിരിഞ്ഞു പോകാൻ അവർ തയ്യാറായിരുന്നില്ല. പിന്നാലെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ രാഹുലിനെ താക്കോൽ വെച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. താക്കോലോ അല്ലെങ്കിൽ താക്കോലിൽ കോർത്തിരുന്ന എന്തോ മൂർച്ചയുള്ള ഒരു വസ്തു ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പറയുന്നത്. ഈ സമയത്ത് ഈ കുത്തേറ്റ സമയത്ത് രാഹുലിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ വാരിയലിനേറ്റ ഒരു മുറിവാണ് മരണകാരണമായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മുൻപ് രാഹുലിന്റെ സുഹൃത്തുക്കളായിരുന്ന 2 പേരെ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് 18 വയസ്സുകാരനായ രാഹുൽ എന്ന പേരുള്ള മറ്റൊരാളും അതുപോലെ തന്നെ ഉസ്മാൻ എന്ന 24 വയസ്സുകാരനെയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ 2 പേരിൽ ആരോ ഒരാളാണ് കൊല ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് പ്രധാനമായും തന്നെ സംശയിക്കുന്നത്. പക്ഷേ ഇതിൽ ആരാണ് എന്നുള്ള കാര്യം ഇതുവരെയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. ഇത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1-ാം പ്രതിയായി ഉസ്മാനെയും 2-ാം പ്രതിയായി രാഹുലിനെയുമാണ് ഇതിൽ പ്രതി ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ രാഹുലുമായിട്ട്, അത് 18 വയസ്സുകാരനായ രാഹുലുമായി നിലനിൽക്കുന്ന ചില തർക്കങ്ങൾ ഈ 24 വയസ്സുകാരനായ മരിച്ച രാഹുലിനുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള തർക്കമാണ് പിന്നീട് വലിയ വാക്കുതർക്കം ഉണ്ടാകുകയും ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ അറസ്റ്റ് ചെയ്ത് 2 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ശരി സ്വാന്തന, ഈ അക്രമ സംഭവങ്ങൾക്ക് അറുതി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മരണപ്പെട്ട 24-കാരനും ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഈ ഒരു 2 ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള റിമാൻഡിലായിട്ടുള്ള 2 പേരും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിൽ ആവർത്തിച്ചു വരുന്ന ഈ ക്രിമിനൽ പ്രവർത്തികൾ കുറച്ചുകൂടി ഗൗരവത്തിൽ പോലീസ് സേനയും അതോടൊപ്പം ആഭ്യന്തര വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കുറച്ചുകൂടി ശ്രദ്ധ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഉണ്ടാവണം.